ജയചന്ദ്രൻ സാർ, കേരളം ഞെട്ടുന്ന വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടോ? ഇപ്പോൾ ശ്രീ റെജി പറഞ്ഞു വെച്ചത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാസപ്പടി ആരോപണത്തിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ED മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, വാർത്താക്കുറിപ്പിൽ പറയുന്ന ഗുരുതരമായ കാര്യങ്ങൾ, വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ഒക്കെ ചർച്ചയായാൽ CPM-ഉം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ പറഞ്ഞ അതേ ആത്മവിശ്വാസത്തോടെ ഈ വിഷയത്തെ ഇനിയും കൈകാര്യം ചെയ്യുമോ, സമീപിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും പാർട്ടി മുഖപത്രമൊക്കെ ഈ വിഷയത്തിൽ നിലപാട് പറയുന്നുണ്ട്. CPM പറയുന്നു ED നിരന്തരമായി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് പോലെ ഇവിടെ വേട്ടയാടുകയാണ് എന്നുള്ളതാണ്. അതേ നിലപാടിൽ തന്നെ ഇനി എങ്ങനെ ആവർത്തിച്ച് നിൽക്കും? കാരണം തുടക്കത്തിൽ കേട്ടതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. ഏതായാലും നേരത്തെ CPM പറഞ്ഞത് ടി വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, അവർ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് നടത്തുന്നു, സേവനം നൽകുന്നു, അതിന് GST അടക്കം അടച്ചു, പിന്നീട് കേസിൽ കോലാഹലം ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അതാണോ അവസ്ഥ? ഡയറക്ട് കുറിപ്പ് MLA മുഹമ്മദ് റിയാസിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അന്വേഷണം പുതിയ സിം കാർഡ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ഇനി എന്ത് പറഞ്ഞ് CPM ഈ വിഷയങ്ങളൊക്കെ ന്യായീകരിക്കും? ആ ഒരു ആത്മവിശ്വാസം CPM-ന് ഇനി ഉണ്ടാകുമോ? ഇതിനകത്ത് CPM ന്യായീകരിക്കേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കളുടെ ചോദ്യത്തിൽ നിന്ന്. കാര്യം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന CPIM അല്ലല്ലോ, സാക്ഷാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED ആണല്ലോ പത്രക്കുറിപ്പ് ഇറക്കി ഇതിനെ ന്യായീകരിച്ചത്, അല്ലേ? അവര് എടുക്കുന്ന കേസ് എന്തായിരുന്നു? പത്രക്കുറിപ്പിൽ പറയുന്നത് 15 വർഷത്തിനിടയിൽ 182 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയ കമ്പനിയാണ് CMR എന്ന് പത്രക്കുറിപ്പ് പറയുന്നു. അതിൽ 2.78 കോടി രൂപയാണ് വീണ വ്യാജമായി കൈപ്പറ്റിയതെന്നും അതേ പത്രക്കുറിപ്പ് തന്നെ പറയുന്നു. ബാക്കി 181 പേരുടെ പേര് താങ്കൾക്കറിയാമോ? ഈ പാനലിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞു തരണം. 182 കോടി രൂപയിൽ ഈ 182 നിന്ന് വീണ കഴിച്ച് ബാക്കിയുള്ളവർ അത് 181 ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ 8, 10, 15 പേരായിരിക്കാം. അതൊക്കെ അതൊരു കാര്യം. പക്ഷെ ഈ 182 നിന്ന് 2.78 കോടി രൂപ കുറച്ചാൽ ബാക്കി മുഴുവൻ ഫ്രോഡാണെന്ന് പറയുന്ന ഇതേ ED അവർക്കൊന്നും പിന്നാലെ അന്വേഷണമില്ലേ എന്ന് ഇത് വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയം ഉണ്ടല്ലോ. അതിൽ പ്രത്യേകിച്ച് നേരത്തെ കണ്ടു എന്ന് പറയുന്ന ലൂസ് ഷീറ്റുകൾ CMRL-ന്റെ ഫിനാൻസ് മാനേജർ സുരേഷ് കുമാറിന്റെ നിന്ന് കിട്ടിയെന്ന് പറയുന്ന ലൂസ് ഷീറ്റുകൾ ഉണ്ടല്ലോ, പിന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച അതിനെ പിന്നെ ഡയറി നാക്കി മാറ്റി. പക്ഷെ ED കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്ന ലൂസ് ഷീറ്റുകൾ എന്ന് തന്നെയാണ്. അതില് PV, RC, OC, KK, IK തുടങ്ങിയ പേരുകളുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയ്ക്കാണ് അത് പറയുന്നത്. അതുകൂടാതെ മാധ്യമങ്ങൾക്ക് ഒരു 16 കോടി കൊടുത്തതായിട്ട് SFIO റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ചില ക്ഷേത്രങ്ങൾക്ക് പണം കൊടുത്തതായി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ബ്രൈബറിയിൽ പെടുന്നതല്ലേ? മാധ്യമങ്ങൾ കൊടുത്ത ബ്രൈബറി അന്വേഷിക്കണ്ടേ ED? അതുപോലെ ഞാൻ ഈ പറഞ്ഞ PV മുതൽ IK വരെയുള്ള നീണ്ട നിരയുണ്ടല്ലോ, അതൊന്നും അന്വേഷിക്കണ്ടേ EDക്ക്? അപ്പൊ ഇതൊക്കെ സെലക്റ്റീവ് ടാർഗറ്റ് ആണ് ഈ കാണിക്കുന്നത് എന്നുള്ളതിന് ഇതിനേക്കാളും വലിയ തെളിവിന്റെ ആവശ്യമില്ല. ED അന്വേഷിക്കട്ടെ, കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ, അതൊക്കെ നിയമാനുസൃതം നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ വീണ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു പിടിച്ചിട്ട് വീണ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഓടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഒരു കാര്യമില്ല. രമേശ് ചെന്നിത്തല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മറച്ചു പിടിച്ച് ആരെങ്കിലും രക്ഷിക്കാൻ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. EDക്ക് തെളിവുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ, വിചാരണയിൽ തെളിയിക്കപ്പെട്ടാൽ കോടതി ശിക്ഷിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അതല്ല, വീണ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരവിടെ നിൽക്കുകയാണല്ലോ. അതിനെന്താണ് മറുപടി? അതിന് മറുപടി പറയണ്ടേ? പിന്നെ ഇവിടെ ഇന്നലെ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ടല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ, 85 ലക്ഷം 20.5 കോടി എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ തട്ടിപ്പാണ്, കളവാണെന്ന് ഈ പറയുന്ന ED കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് കാര്യം. ഇങ്ങനത്തെ സംഗതിയേ ഇല്ല, വെറുതെ അങ്ങ് തട്ടി വിടുകയാണ്. ഇപ്പൊ മറ്റേ 2.78 കോടിക്ക് ഒന്നും പറയാനില്ല, വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. കോടതിക്ക് മുമ്പിലേക്ക് ഇനി എങ്ങനെ ചെല്ലും? അപ്പൊ ഇതിന് വലിയ പുകമറ സൃഷ്ടിച്ച് ഒരു ജഗവക ഉണ്ടാക്കി നിർത്തുക. അതിന്റെ അപ്പുറത്തേക്ക് EDക്ക് ഒന്നും ചെയ്യാനില്ല. ഹാൻഡ് റിട്ടൺ എഗ്രിമെന്റ്, മെയിൻറ്റെയിൻ ദ ക്യാഷ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡിൽ ദ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകാര്യം ചെയ്തു എന്ന അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ പറയണം. അതല്ല അതിനെ വീണയ്ക്ക് അത്രയും പണമിടപാട് എന്നതാക്കി മാറ്റിയ മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ ചർച്ചയിലും ഒക്കെ അങ്ങനെയാണല്ലോ വരുന്നത്.
അപ്പൊ അത് തെളിയിക്കണം. ഇ ഡി തെളിയിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷെ അവരതിലല്ല പോകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 മെയ് 27 പിന്നെ ഇപ്പൊ പറയുന്നത് സെർച്ച് നടത്തിയെന്ന അന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തത് റെയ്ഡ് എന്ന് പറഞ്ഞായിരുന്നല്ലോ ചർച്ച മുഴുവൻ നടന്നത്. ഇപ്പോ അത് സെർച്ചായി മാറിയെന്ന് ഇ ഡി തന്നെ സമ്മതിക്കുകയാണ്. ആ സെർച്ചിന്റെ കാര്യം ഈ പറയുന്ന 18-ാം തീയതി ഓഗസ്റ്റ് 18-ന് എന്ത് റിലവൻസ് ആണ് മെയ് 27 സെർച്ചിന് ഈ ഓഗസ്റ്റ് 18 പ്രസ് റിലീസിൽ ഇ ഡി കാണുന്നത്? അതുകൂടെ പറയണ്ടേ? ഇത് വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല റിലവൻസ് എന്തെങ്കിലും ഉണ്ട് മെയ് 27 സെർച്ചിന് ഓഗസ്റ്റ് 18-ന് റിലവൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മനസ്സിലാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കുള്ള പ്രബലമായ സംശയമാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്തിനാണ് അവർ ഈ ജഗപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? അന്തരീക്ഷത്തിൽ നിർത്തുക. ഇപ്പൊ താങ്കൾ തന്നെ ചോദിച്ചൊരു ആങ്കർ എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസിലേക്ക് എത്തി, അന്വേഷണം അങ്ങോട്ട് പോകുന്നു, എന്നിട്ട് ഈ പത്രക്കുറിപ്പിലൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ മാധ്യമങ്ങളെ വീണ്ടും അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെ വേണം അവതരിപ്പിക്കാനെന്ന്. അപ്പൊ അതാണല്ലോ ഇപ്പൊ വരുന്നത്. വേറെ ഇ ഡി പറയാത്തൊരു കാര്യം, ഏറ്റവും വലിയ ചർച്ചയായിട്ട് വരുന്ന ലേക്കർ ഇന്ത്യ. ഇ ഡി അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇ ഡി പറയാത്ത കാര്യം എങ്ങനെയാണ്? ഇ ഡിയുടെ പിന്നെ റഡാറുള്ളതാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻഫറൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഇൻഫറൻസ് തന്നെയാണ് വാസ്തവത്തിൽ, ഒരു സംശയമില്ല. പറയാം അത് ഇൻഫറൻസ് ആണ്. എങ്ങനെ എടുക്കും മാധ്യമങ്ങൾ? അങ്ങനെ ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ, പ്രസ് റിലീസിൽ ഇല്ലല്ലോ. അപ്പോ അതൊരു ഫീഡർ ലൈനിൽ നിന്നാണ് അത് വരുന്നത്. ആ ഫീഡർ ലൈൻ ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നുണക്കഥകൾ, ഇല്ലാ കഥകൾ ഇങ്ങനെ അവർക്ക് ഇനി ഒന്നും ചെയ്യാനും പറയാനും ഇല്ല. അവരാകെ വേർത്തു കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്.